ശ്രീ മോഹനൻപിള്ള ഈ നാടിൻ്റെ സെക്കുലർ ഫാബ്രിക്കിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്ന ആശങ്ക എല്ലാവരുടെ മനസ്സിലുണ്ടായത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. പക്ഷേ ഇവിടെ ഈ രാമചന്ദ്രൻ്റെ മകൾ ആരതി എന്ന് പറയുന്നത് നേർക്കുനേർ കണ്ടതാണ്. ഇരട്ടക്കുട്ടികളുടെ മുന്നിൽ, സ്വന്തം അമ്മയുടെ മുന്നിൽ, സ്വന്തം പിതാവിൻ്റെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഭീകരവേദനയാണോ? ആ വേദനയിലും അവർ പറഞ്ഞത് ഈ പറഞ്ഞ മാനവികത സന്ദേശമാണ്. ഹിമാൻഷി പറയുന്ന മാനവികത. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിനൊന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് പുറത്ത് വളരെ ന്യൂനപക്ഷം എന്തൊക്കെയോ പറയുന്നു എന്ന് പറയും ബ്രിഗേഡിയർ മോഹനൻപിള്ള. സേനയ്ക്കകത്ത് ഒട്ടുമേ സംഭവിക്കില്ല. സേനയ്ക്കകത്ത് ഇനി പുറത്ത് ഈ പറഞ്ഞ എന്തൊക്കെ സംഭവിച്ചാലും അത് ട്രെയിൻ ചെയ്യപ്പെടുന്നത്, ആ കമ്പാർട്ട്മെൻറ്റ് അങ്ങനെ നിൽക്കുന്നത്, അത് അത് ഒരു ഭരണഘടന പോലെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു സംവിധാനമായി നിലനിൽക്കുകയാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കുകയല്ലേ ഉണ്ടാവുക. പുറത്ത് നടത്തുന്ന ഇത്തരം പുലഭ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടേക്ക് ബാധിക്കുമോ ശ്രീ മോഹനൻപിള്ള? ഒരു കാരണവശാലും ബാധിക്കുകയില്ല. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഒരു കാരണവശാലും ബാധിക്കുകയില്ല. പക്ഷേ പ്രസൻറ്റ് സിറ്റുവേഷൻ നമ്മൾ ന്യൂട്രലായിട്ട് അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റിലീജിയനിലും സം മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി, ഐ തിങ്ക് രാഹുൽ ഈശ്വർ കറക്റ്റ്ലി ബ്രോട്ട് ഔട്ട് ദാറ്റ് പോയിന്റ്, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എക്സ്ട്രീമിസ്റ്റായിട്ട് അങ്ങ് പോവാണ്. ദേ ആർ തിങ്കിങ് ദാറ്റ് ദ റിലീജിയൻ എന്ന് പറയുന്നത് ബെർണാഡ് ഷാ പറഞ്ഞതുപോലെ അതാണ് കറുപ്പ്, അത് തിന്നു കഴിഞ്ഞാൽ അതാണ് ഫൈനൽ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് മറ്റുള്ള സൈഡിലേക്കും പതുക്കെ വ്യാപിക്കുന്നുണ്ട്. അതായത് ഒരു 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 പ്രോവർബ് ഉണ്ടല്ലോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു, വൺസ് എ കൺവിക്ട് ഓൾവേസ് എ കൺവിക്ട്, പീപ്പിൾ സേ സോ. അത് ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് മാറുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതാണ് മെയിനായിട്ടുള്ള ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്. അങ്ങനെ ഉള്ളവരെ അതിനൊരു ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ദെൻ ആൻഡ് ദെയർ അതിനൊരു ഹാർഡ് റൂൾ ഹാസ് ടു ബി ദെയർ. അതാണ് വേണ്ടത്. കാര്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിഫൻസ്, എവരിബഡി നോ അൾട്ടിമേറ്റ് ഈ ഇന്ത്യ രാജ്യം സോഷ്യലിസ്റ്റ് സെക്കുലറായിട്ട് നിൽക്കുന്നതല്ല, റിപ്പബ്ലിക്കായിട്ട് നിൽക്കുന്നതിൻ്റെ കീ സ്റ്റോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ആണ്. അതെല്ലാവർക്കും അറിയാം. അതിനെ യൂട്ടിലൈസ് ചെയ്യരുത് മറ്റുള്ള രീതിയിൽ. അതിനെ ഇന്ത്യയുടെ ദേശീയതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം. ഇന്ത്യയുടെ നാഷണൽ ഇൻറ്റഗ്രിറ്റിക്കും ഒരു അല്ലാതെയുള്ള യാതൊരു രീതിയിലും ഡിഫൻസ് ഫോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. അതാണ് മെയിനായിട്ടുള്ളത്. ആഷിം, ഒരു കാര്യം ഞാൻ പറയുന്നത്, എന്താണ് ഈ ടെററിസ്ഥാൻ താഴോട്ട് പോയതിൻ്റെ മുഖ്യ കാരണം? ബിക്കോസ് ഓഫ് ഇസ്ലാമിസ്റ്റ് കൺട്രി, ബിക്കോസ് ഓഫ് തിയോക്രാറ്റിക്. ഫണ്ടമെൻ്റലായിട്ട് പല റൈറ്റേഴ്സും പല രീതിയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു തിയോക്രാറ്റിക് കൺട്രികളുടെ രാജ്യങ്ങളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കൂ, ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണുള്ളതെന്ന്. ഇന്ത്യ സെക്കുലർ ആയതുകൊണ്ട് മാത്രമാണ് വി റീച്ച്ഡ് അപ് ടു ദിസ് ലെവൽ. ക്യാൻ എനിബഡി ചലഞ്ച് ദാറ്റ്? നോ. നമ്മൾ സെക്കുലർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ലെവലിൽ നിൽക്കുന്നത്, ഈ രീതിയിൽ നിൽക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല. വൺ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആ ഒരു പോയിന്റിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. അതുപോലെയാണ് ഇപ്പം ഞാൻ ജമ്മു ആൻഡ് കാശ്മീരിലെ കാര്യം പറയുന്നു. ലഫ്റ്റനന്റ് ജനറൽ ഹസ്നൈൻ ഉണ്ടായിരുന്നു. അതായത് റീസെൻ്റായിട്ട്, ഒത്തിരി പഴക്കമുള്ള ഇതല്ല. ജനറൽ ഹസ്നൈനാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു പോളിസി ടെററിസ്റ്റിനെതിരായിട്ട് ഒരു ഡോക്ടറിൻ ഉണ്ടാക്കിയത്. ജനറൽ ഹസ്നൈൻ ആ ഡോക്ടറിന് അത് വളരെ എഫക്റ്റീവായിരുന്നു ടു വിൻ ദ ഹാർട്ട് ഓഫ് ദി ലോക്കൽ പോപ്പുലേഷൻ. അതാണ് എക്സ്പീരിയൻസ് കൊണ്ട് ആ ജനറൽ ഓഫീസർ കണ്ടുപിടിച്ച ഒരു കാര്യം. ലോക്കൽ സപ്പോർട്ട്, അവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലുമെന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞ് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷമാണ് പിന്നീട് വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളൊക്കെ ഈ ഓപ്പറേഷൻ സദ്ഭാവനയും അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള എല്ലാവരെയും ഓപ്പണായിട്ട് ടൂറിന് വെളിയിലോട്ട് കൊണ്ടുവരികയും അതുപോലെ ഇന്ത്യ എന്താണെന്ന് അവരെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയും. ബിക്കോസ് അവിടെ ഉള്ളവർ അവരൊരു നട്ഷലിനകത്തായിരുന്നു, അവർക്ക് ഇന്ത്യ എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് അവിടെ നിന്നുള്ളവരെ ഗവൺമെൻറ് ചെലവിൽ തന്നെ മറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് ഭാരതം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക, അവിടുത്തെ ലോക്കൽസിൻ്റെ ഹൃദയം കവരുക, അവരെ നമ്മളിൽ ഒരാളായി ആണ് എന്ന് അവർക്ക് തോന്നിപ്പിക്കുക. ഏറ്റവും മെയിൻ പ്രോബ്ലം ജമ്മു ആൻഡ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ ആ ജമ്മു ആൻഡ് കാശ്മീരിലുള്ളവർ അവർ വിചാരിച്ചിരുന്നത് അവർ ഞങ്ങളുടെ ആണോ എന്ന് നമ്മൾ വീണ്ടും പറയേണ്ടി വരുന്നു. ഞങ്ങൾ നിങ്ങളുടെ കൂടാണ് എന്ന് പറയേണ്ടി വരുന്നു. ആ ഒരു രീതിക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് മാത്രമാണ് ആ ജനറൽ ഓഫീസർ വിചാരിച്ച് ആ രീതിയിലാണ് ഓപ്പറേഷൻ ടാക്ടിക്സ് ചേഞ്ച് ചെയ്തത്, ആ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തത്. അതിന് ഫാർ റീച്ചിങ് റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് ടെററിസത്തിന് വേണ്ടി ആൾക്കാർ ഇങ്ങോട്ട് വന്ന് പറയാൻ തുടങ്ങി.
ഇന്ന എടുത്തത് അതായത് നമുക്ക് അതായത് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി, യെസ് വി ആർ പാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കൂടാണ് നമ്മൾ നിൽക്കേണ്ടത്. ആ ഒരു ഡോക്ടറിനുണ്ടാക്കിയത് ജനറൽ ഹസ്നൈനാണ്. അതാർക്കെങ്കിലും അറിയാമോ? പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഇത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല റിലീജിയസ് ബേസിൽ. പക്ഷേ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, അതായത് ഏത് റെജിമെന്റിൽ കമ്മീഷനായ ജോയിൻ ചെയ്താലും ആ റെജിമെന്റിൽ റിലീജിയസ് ബേസ്ഡിലല്ല ഞങ്ങൾ എൻ്റെ റിലീജിയൻ അത് അനുവദിക്കുന്നില്ല എന്നൊരിക്കലും ഒരു സൈനികനും പറയത്തില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ജയ് ഹിന്ദ് എന്ന് പറയുന്നത് ജയ് ഹിന്ദ് തന്നെ പറയും. ബാറ്റിൽ ക്രൈ ഉണ്ട്. ഒരു അറ്റാക്കിന് പോകുന്നതിന് മുന്നേ എൻ്റെ ഇൻഫൻട്രി ജയ് ബജറംഗ് ബലി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അവിടെ ഒരു ഇസ്ലാമും മാറി നിൽക്കുന്നില്ല. അവരും പറയും ജയ് ബജറംഗ് ബലി, പറഞ്ഞേ പോകൂ, പറയും. അങ്ങനെയാണ് അതൊരു ഒരു ഒരു അവിടെ അത് റിലീജിയനായിട്ടല്ല ആ ആൾ അവിടെ കാണുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മുടെ ഇന്ത്യൻ ആർമി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് നമ്മുടെ രാജ്യത്തെ കാക്കുക, ആ ഒരൊറ്റ ഉദ്ദേശം, ആ എയിം, അത് മാത്രമാണ്. അന്നേരം ബാക്കിയുള്ളതിനൊന്നും ഒരു സ്ഥാനമില്ല. അപ്പൊ ഇതുപോലെയുള്ള ഔട്ട്സൈഡിലുള്ള പൊളിറ്റിക്കൽ ക്ഷുദ്രജീവികളുടെ ജൽപ്പനങ്ങളിലൊന്നും നമ്മൾ വരരുത് ഒരു കാരണവശാലും. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് നമുക്ക് കാര്യമായിട്ട് പ്രതീക്ഷിക്കാനില്ല. ഇങ്ങനെയുള്ള ചില ക്ഷുദ്രജീവികളെ ഒഴിവാക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികൾ എടുക്കണം. അത് മാത്രമാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികളെ ഒഴിവാക്കിയാലേ രാഷ്ട്രം നന്നാവൂ. അതാണ് ക്ഷുദ്രജീവി എന്ന പ്രയോഗം ഒരു തരത്തിലും അതിരുകടന്ന പ്രയോഗമല്ല, ഒന്നാം തരം പ്രയോഗവുമാണ്. ക്ഷുദ്രജീവി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞ 2013 ഒരിക്കൽ ഇയാൾക്ക് മന്ത്രിസ്ഥാനം നഷ്ടമാവുന്നതാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭാര്യയെപ്പറ്റി വൃത്തികേട് പറഞ്ഞതിനാണ്. ഭാര്യയെപ്പറ്റി മാത്രമല്ല, ഒപ്പം വേദിയിലിരുന്ന ഒരു BJP നേതാവിനെ പറ്റി, ഒരു വനിതാ നേതാവിനെ പറ്റി പോലും അങ്ങേയറ്റം സെക്സിസ്റ്റായ വൃത്തികേട് പറഞ്ഞത്.